Farming systems are of 5 types. First one, mixed farming, specialized farming, diversified farming, organic farming, and integrated farming. Organic farming. Organic livestock production means the production of animal origin food with biological and natural principles and by giving more importance to the animal welfare. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇത്. Due importance is given to animal welfare as animal will be allowed to exhibit their natural behavior and reared with less stress. An organic farm should be a self-contained system of production with minimal dependence of external input. More area is required for this system. Facility for grazing is must. The feed used must be pesticide free so that animal products will be free of unwanted chemical residues. The feed used must be pesticide free so that animal product will be free of unwanted chemical residues. Antibiotic use is restricted. The yield will be lower than commercial system. കൊമേഴ്ഷ്യൽ സിസ്റ്റത്തിനെക്കാട്ടി വളരെ കുറച്ച് yield മാത്രമേ ഇതിന് കിട്ടത്തുള്ളൂ. ഇതിനകത്ത് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല അനിമൽ വെൽഫെയറാണ് മെയിനായിട്ട് കാണുന്നത്. ഇതൊരു സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റമാണ്. ഇത്രയാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അടുത്തതെന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിനകത്ത് പറഞ്ഞ ഡിഫറെൻറ്റ് അനിമൽസ് ആൻഡ് ക്രോപ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ സച്ച് എ വേ that they depend and benefit each other. This improves the efficiency of each unit. For example, a rice field after harvesting is used for rearing ducks first and then it is used for fish farming. The rice residues and small natural fishes serves as feed for duck. The droppings of duck serve as feed for fish. Another example is rearing birds in cage constructed over fish pond. അതായത് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിനകത്തെന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് കൃഷി ചെയ്യുന്ന, അതായത് നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലത്ത്, നെല്ല് കൃഷി ചെയ്യുന്ന വയലിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡക്കിനെയും കൂടെ അതിൻ്റെ കേജും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, റൈസ് ഫീൽഡ് ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ്, അതായത് റൈസ് ഫീൽഡ് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഡക്കിനെ വളർത്തുന്നു. അതിന് ശേഷം അവിടെ എന്ത് ചെയ്യുന്നു, മീനെയും കൂടെ നോക്കുന്നുണ്ട്. ഡക്കും മീനും റൈസ് ചെയ്തതിന് ശേഷം ഡക്കും മീനിനെയും കൂടെ വളർത്തുന്നു. ഡക്കിൻ്റെ ഡ്രോപ്പിങ്സ് മീൻ കഴിക്കുന്നു, ചെറിയ ചെറിയ മീനിനെയൊക്കെ ഡക്ക് കഴിക്കുന്നു. നമുക്ക് മുട്ടയും കിട്ടും, മീനും കിട്ടും. നമുക്ക് നെല്ലുൽപ്പാദനം ആദ്യം കഴിഞ്ഞല്ലോ, അതും കിട്ടും. ലാഭം വളരെ നല്ല ലാഭമല്ലേ അത്.